പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8/6/2024, അതായത് ഇന്നേ ദിവസം കുറച്ച് നക്ഷത്രജാതകർക്ക് ധനനേട്ടവും ലോട്ടറി ഭാഗ്യവും ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഭാഗ്യം കൈപ്പിടിയിൽ ഒതുക്കാൻ ഒന്ന് ശ്രമിച്ചാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായിട്ട് ഈ നക്ഷത്രജാതകർക്ക് സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. ധനനേട്ടത്തോടും സാമ്പത്തിക ലാഭത്തോടുമൊപ്പം ഇവർക്ക് ലഭിക്കുന്ന മറ്റ് അനുഭവങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകർ. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇന്നേ ദിവസം ഭാഗ്യത്തിൻ്റെ ദിവസമാണ്. ഇവരൊന്ന് ലോട്ടറി പരീക്ഷണം നടത്തിയാൽ 100% വിജയസാധ്യതകൾ കൂടുതലാണ്. 20, 27, 30, 43 എന്നീ ഭാഗ്യ നമ്പറുകളൊക്കെയുള്ള ലോട്ടറികൾ ഒന്ന് തിരഞ്ഞെടുത്താൽ സാമ്പത്തിക ലാഭം ഇവർക്കൊപ്പം തന്നെയായിരിക്കും. ഇന്നേ ദിവസം ധനാഗമങ്ങൾ കാണുന്നത് കൊണ്ട് ഒരുപാട് ഭാഗ്യം ഇവരെ തേടിവരും, ഉറപ്പാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ വേണ്ടിവരും. ശരീരക്ലേശങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും. സർക്കാരിൻ്റെ കോൺട്രാക്ട് ജോലികൾ ഉള്ളവർക്ക് നല്ല കാലമാണ്. ശത്രുക്കളുടെ ശക്തി കുറയും. സഹോദരങ്ങൾക്കും നല്ല കാലമാണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടങ്ങൾ തട്ടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം ചില ബന്ധുക്കളുമായിട്ട് അപ്രതീക്ഷിത കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യം ഉണ്ടാകും. ചില സമയത്ത് വാക്കുദോഷത്താൽ കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കണം. വിദ്യാർത്ഥികൾക്കും നല്ല കാലമാണ്. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും കദളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ അശ്വതി നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. നല്ല കർമ്മങ്ങൾക്ക് ഫലം കൂടും. വാക്കുദോഷം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും. ഒടിവ്, ചതവ്, ഹൃദയബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും. അസാധ്യം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ്. ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും. തൊഴിൽ ബന്ധിയായി തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം. ചിലവുകൾ കുറവായിരിക്കും. വിദ്യാഭ്യാസത്തിന് വായ്പ ലഭിക്കാൻ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് 47, 69, 73, 74 എന്നീ ഭാഗ്യ നമ്പറുകൾ ഒന്ന് തിരഞ്ഞെടുക്കുക. ഭൂമി, വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടം നടത്താനും ഇവർക്ക് സമയം അനുകൂലമാണ്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് വിദ്യാർത്ഥികളാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാരാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവർക്കും ഇന്നേ ദിവസം ഭാഗ്യങ്ങളുടെ ദിവസം തന്നെയാണ്. 11 ആദിത്യൻ തെളിഞ്ഞു നിൽക്കുന്നതിനാൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. 68, 74, 92, 97 എന്നീ ഭാഗ്യ നമ്പറുകൾ അടങ്ങിയ ലോട്ടറി ഒന്ന് ഇവർ തിരഞ്ഞെടുക്കുക. ഇന്നേ ദിവസം ചിലവുകളൊക്കെ ഇവർക്ക് നിയന്ത്രണ വിധേയമായിരിക്കും. പലവിധ ഐശ്വര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ ഇവ ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാലമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കും.
അഗ്നി മൂലമുള്ള അപകടം ഒഴിവായി കിട്ടും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ശരീരക്ഷീണം കുറയും. പ്രമേഹത്തിൻ്റെയും രക്തത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു വരും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പിതൃജനങ്ങൾക്ക് അരിഷ്ടിത കാലമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ സാഹചര്യം അനുകൂലമാണ്. വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 03, 09, 07, 08 എന്നീ ലോട്ടറികളാണ് ഇവർ തിരഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണ് ഇന്ന്. എല്ലാ രംഗങ്ങളിലും ഇവർക്ക് വിജയം ഉണ്ടാകും. പ്രാർത്ഥനകൾക്ക് ഫലം കാണും. സുഖശയനോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. സാമ്പത്തിക രംഗം മെച്ചപ്പെടും. വീട്ടിൽ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തി കുറയും. സഹായികളുമായിട്ട് ചില ബിസിനസ്സുകൾ ചേർന്ന് ചെയ്യുമ്പോൾ അത് വിജയത്തിലേക്കെത്താനുള്ള സാധ്യതയും ഉണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ളൊരു ഭാഗ്യം ഇന്നേ ദിവസം കാണുന്നു. സന്താനങ്ങളെ കൊണ്ട് സമാധാനം ലഭിക്കും. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സുഗന്ധദ്രവ്യങ്ങൾ ലഭ്യമാകും. കാൽമുട്ടുവേദന, നടുവേദന, കൊളസ്ട്രോൾ, അൾസർ തുടങ്ങിയ അസുഖങ്ങൾ ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ടു പോകും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ സാധിക്കും. വ്യവഹാരങ്ങളിൽ വിജയം വരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. പക്ഷിമൃഗാദികളുടെ ഉപദ്രവങ്ങൾ ഏൽക്കാൻ ഇടയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. അധ്യാപകർ അപവാദം കേൾക്കാതെ സൂക്ഷിക്കണം. ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യ മന്ത്രസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 87, 67, 94, 32 ഇതാണ് ഇവരുടെ ഭാഗ്യ നമ്പറുകൾ. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും. 100% ഇത് വിശ്വസിക്കാം. ഇന്നത്തെ ലോട്ടറി പരീക്ഷണത്തിലൂടെ ഒരു സമ്മാനത്തുക നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ പലവിധ ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയാതിരിക്കുക. പിന്നീട് വിഷമിക്കേണ്ടതായിട്ട് വരും. ഇന്നേ ദിവസം സുഖ അനുഭവങ്ങൾ കൂടുതലായിരിക്കും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്തരുത്. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ലഭിക്കും. പല ദുഃഖ അനുഭവങ്ങളും ഒഴിഞ്ഞു പോകും. ബന്ധനാവസ്ഥ വരെ ഉണ്ടാകും. അപമാനം ഏൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർ ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കണം. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായിട്ട് ശ്രമിക്കാം. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയും വേണം. ഇവർ ദോഷപരിഹാരമായിട്ട് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്യുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചിത്തിര നക്ഷത്ര ജാതകർ 27, 37, 53, 59, 64 എന്നീ നമ്പറുകൾ അടങ്ങിയ ലോട്ടറികൾ തിരഞ്ഞെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കിട്ടാനുള്ള വലിയ തുക കാലതാമസം മാറി കൈവശം വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും. പോലീസ് കേസുകളിൽ പെടാതെ ഒന്ന് സൂക്ഷിക്കണം. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടാനാകും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം. പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും. അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ
പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ നടക്കും. വലിയ ലാഭം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക.